രാജ്യം ഇന്ന് 80ാം സ്വാതന്ത്ര്യദിനം കൊണ്ടാടി. പുന്നപ്ര ശാന്തിഭവനിലും സ്വാതന്ത്ര്യദിനത്തിനോടനുബന്ധിച്ച് പതാക ഉയർത്തലും മധുര വിതരണവും നടന്നു. തെരുവ് മക്കളുടെ അഭയകേന്ദ്രമായ പുന്നപ്ര ശാന്തിഭവനിൽ ഭാരതത്തിൻ്റെ 80ാമത് സ്വാതന്ത്ര്യദിനാഘോഷം സംഘടിപ്പിച്ചു. റിട്ടയർഡ് ഗ്രേഡ് CA PA അൽഫോൺസ് പതാക ഉയർത്തി ഉദ്ഘാടനം നിർവഹിച്ചു. മേരി ആൽബിൻ അധ്യക്ഷയായി. ഫിനാൻസ് ട്രസ്റ്റി ജിജിമോൻ BL, ട്രസ്റ്റികളായ കൈനഗിരി അപ്പച്ചൻ, വിനോയ് തങ്കച്ചൻ, ജോർജ് പരുത്തിയിൽ, M സന്തോഷ് കുമാർ, മാധ്യമപ്രവർത്തകരായ അജിത് അമ്പലപ്പുഴ, മാത്യൂസ് പുന്നപ്ര, ശാന്തിഭവൻ മാനേജർ ഷമീർ അബ്ദുള്ള തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് ശാന്തിഭവൻ മക്കൾക്ക് മധുര വിതരണവും നടത്തി. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഭാരതം 80ാമത് സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുകയാണ്. ഇന്നേ ദിവസം ശാന്തിഭവൻ അങ്കണത്തിൽ ശാന്തിഭവനിലെ എല്ലാ മക്കളോടൊപ്പം ഞങ്ങളും ഈ ദിനം ആചരിക്കുന്നു. സാമൂഹിക സാംസ്കാരിക മാധ്യമ രംഗത്തുള്ള പ്രമുഖരിന്ന് ശാന്തിഭവനിൽ ഈ ഒരു സ്വാതന്ത്ര്യദിനാഘോഷ പരിപാടിയിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ഈ നിമിഷം 31 ആണ്ടുകൾ പിന്നിടുന്ന ശാന്തിഭവൻ്റെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് താങ്ങും തണലായി നിൽക്കുന്ന എല്ലാ നാനാജാതി മതസ്ഥരെയും സ്മരിച്ചുകൊണ്ടും ഒപ്പം തന്നെ ഭാരതത്തിന് വേണ്ടി സ്വാതന്ത്ര്യം നേടിത്തന്ന എല്ലാ ധീരദേശ സ്നേഹികൾക്ക് മുന്നിൽ ഒരു നിമിഷം ഞങ്ങൾ പ്രണാമം അർപ്പിച്ചുകൊണ്ട് ശാന്തിഭവൻ്റെ ഈ ഒരു സ്വാതന്ത്ര്യദിനാഘോഷ പരിപാടി ഞങ്ങൾ ഇവിടെ ആരംഭിക്കുന്നു. വന്നു ചേർന്ന മാധ്യമ സുഹൃത്തുക്കൾക്കും ഒപ്പം തന്നെ ഈ ഒരു പരിപാടി സ്വാതന്ത്ര്യദിനാഘോഷ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുവാനും പതാക ഉയർത്തുവാനും ഇവിടെ എത്തിച്ചേർന്ന പുന്നപ്രയുടെ സാമൂഹിക സാംസ്കാരിക മേഖലകളിൽ തനതായ വ്യക്തിമുദ്ര പതിപ്പിച്ച റിട്ടയർഡ് CA അൽഫോൺസ് സാറിനെ ഏറെ ആദരവോടെ ശാന്തിഭവൻ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ പേരിൽ ഈ പരിപാടിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. जनगण मन अधिनायक जय हे भारत भाग्य विधाता, पंजाब सिंध गुजरात मराठा द्राविड उत्कल बंगा, विंध्य हिमाचल यमुना गंगा उच्चल जलधि तरंगा, तव शुभ नामे जागे तव शुभ आशीष मांगे, गाहे तव जय गाथा, जन गण मंगल दायक जय हे भारत भाग्य विधाता, जय हे जय हे जय हे जय 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 हे. എല്ലാ ശാന്തിഭവൻ്റെ മക്കളായ എല്ലാവർക്കും നന്ദി പറയുന്നു. അതുപോലെ PDIS കവറേജിനും എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ സ്വാതന്ത്ര്യം കിട്ടിയ 80 വർഷമായി. ഇതിന് ഒരുപാട് കഷ്ടപ്പാടിൻ്റെയും സഹായത്തിൻ്റെയും പ്രതീകമുണ്ട്. എനിക്കധികം സംസാരിക്കണമെന്ന് അറിയില്ല, എങ്കിലും ഈ ഇത് വേണ്ടി ഉദ്ഘാടനം ചെയ്തതെന്ന് വെച്ചാൽ എല്ലാവർക്കും നന്ദി അർപ്പിക്കുന്നു. ഇതിൻ്റെ ഫൗണ്ടേഷൻ പോലും ഞാൻ ഉള്ളതാണ്. പിന്നെ എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു അൽഫോൺസ് സാർ. അടുത്തതായി നമ്മളോട് സംസാരിക്കുന്ന ശാന്തിഭവന്റെ ട്രസ്റ്റ് അംഗമായ ശ്രീ കൈനഗിരി അപ്പച്ചൻ. നമ്മുടെ ശാന്തിഭവന്റെ സ്വാതന്ത്ര്യദിനാഘോഷത്തിൽ പതാക ഉയർത്തിയ ബഹുമാന്യനായ അൽഫോൺസ് സാറെ, വേദിയിലുള്ള മേരിയമ്മ, കൂടെയുള്ള എല്ലാ സഹോദരങ്ങളെയും കടന്നു വന്നിരിക്കുന്ന മാധ്യമപ്രവർത്തകരെയും ഇവിടെയുള്ള രാജ്യത്തിൻ്റെ മക്കളെയും ചേർത്ത് പിടിച്ചുകൊണ്ട് 2 വാക്ക്. 80 വർഷങ്ങൾ സ്വാതന്ത്ര്യത്തിൻ്റെ ശുദ്ധവായു ശ്വസിച്ച ഭാരത ജനതയുടെ 80 വർഷങ്ങൾക്ക് മുമ്പുള്ള തേങ്ങലുകൾ ഇന്നും മായാതെ നിൽക്കുന്ന ഭാരതാന്തരീക്ഷത്തിൽ ഈ 80ാം സ്വാതന്ത്ര്യദിനം രാജ്യം കൂടുതൽ ഐക്യത്തിലേക്കും ആ സമതയിലേക്കും ജനങ്ങളുമായി കൂടുതൽ ബന്ധിച്ച് ഏകോദര സഹോദരങ്ങളെ പോലെ ഭാരതം എൻ്റെ നാടാണ്, എല്ലാ ഭാരതീയരും എൻ്റെ സഹോദരങ്ങളാണെന്നുള്ള ആ ആപ്തവാക്യ സ്മരണകളോടെ ഈ സ്വാതന്ത്ര്യദിനം രാജ്യം മുഴുവൻ ആഘോഷിക്കുമ്പോൾ രക്തസാക്ഷികളായ അനേകം സ്വാതന്ത്ര്യ സമര സേനാനികളെ ഇവിടെ സ്മരിക്കുകയാണ്. ശാന്തിഭവനെ സംബന്ധിച്ച് പറഞ്ഞാൽ ഇത് 31ാമത്തെ വാർഷിക
സന്ധ്യയാണ്. ഈ ഭവനം ഇന്ത്യ രാജ്യത്തിൻ്റെ മാതൃകയാണ്. ഭാരതം ബഹുസ്വരതയുടെ നാടാണ്. പല ഭാഷ, പല മതങ്ങൾ, ഇവരെയെല്ലാം ഒരു കുടക്കീഴിൽ ചേർത്ത് നിർത്തുകയാണ് ശാന്തി ഭവൻ. രാജ്യത്തിൻ്റെ വിവിധ ഉത്തരേന്ത്യയും ദക്ഷിണേന്ത്യയിലും എല്ലാമുള്ള ഏകസ്ഥരും അലഞ്ഞു തിരിഞ്ഞവരുമായവരെ മാറോട് ചേർത്ത് അവർക്ക് ഭക്ഷണവും പാർപ്പിടവും മാനസിക സന്തോഷവും നൽകുന്ന ഈ ധർമ്മസ്ഥലിയിൽ ഒരു സ്വാതന്ത്ര്യ ദിനം കൂടി ആഘോഷിക്കാൻ തമ്പുരാൻ തന്ന അനുഗ്രഹത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ജയ് ഹിന്ദ്. അടുത്തായി നമ്മളോട് രണ്ട് വാക്ക് സംസാരിക്കാനായി ശാന്തിഭവന്റെ ട്രസ്റ്റ് അംഗമായ ശ്രീ സന്തോഷ് കുമാർ സാറിനെ ക്ഷണിക്കും. എല്ലാ വിശിഷ്ടാതികൾക്കും ഇവിടുത്തെ നമ്മുടെ ശാന്തിഭവനിലെ മക്കൾക്കും പ്രത്യേകിച്ച് ഇവരുടെ എല്ലാം അമ്മയായ മേരി ചേച്ചിക്കും നമസ്കാരം. നമ്മളിന്ന് 80ാമത് സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുകയാണ്. ഇതിനുവേണ്ടി നിരവധി ആൾക്കാരുടെ കഷ്ടപ്പാടിൻ്റെ ഫലമാണ് നമുക്ക് കിട്ടിയ ഈ സ്വാതന്ത്ര്യം. നമ്മുടെ ശാന്തിഭവനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇവിടെയും ഇന്ത്യയുടെ എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ആൾക്കാരുണ്ട്. ഇന്ത്യയുടെ ഒരു പരിച്ഛേദം തന്നെയാണ് നമ്മുടെ ശാന്തിഭവൻ. ഇവർക്ക് സ്വാതന്ത്ര്യം എന്തെന്ന് മനസ്സിലാക്കാൻ പറ്റാത്ത മാനസിക നില തെറ്റിയ ആൾക്കാരാണ് കൂടുതലും ഇവിടെ അന്തേവാസികളായുള്ളത്. അവരെ നോക്കുന്ന ഇവിടുത്തെ മേരി ചേച്ചിക്കും ആൽവിൻ മാത്യുവിനും ഏറെ ഹൃദയം നിറഞ്ഞ നന്ദിയും ഈ അവസരത്തിൽ രേഖപ്പെടുത്തുന്നു. ഭാരതം ഇന്ന് 80ാമത് സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുകയാണ്. ഈ വേളയിൽ ഇതിനുവേണ്ടി അഹോരാത്രം കഷ്ടപ്പെട്ട രക്തസാക്ഷികളെ നാം ഈ സമയത്ത് ഓർത്തുപോകുന്നു. ഒരുപാട് പേരുടെ ജീവിത നഷ്ടങ്ങളും അവരുടെ കഷ്ടപ്പാടും ഒരുപാട് കുടുംബങ്ങൾ പട്ടിണിയാകുകയും അനാഥപ്പെടുത്തുകയും ചെയ്താണ് നമുക്കിന്ന് ഈ സ്വാതന്ത്ര്യം ലഭിച്ചത്. ഈ സമയത്ത് നമുക്ക് അവരെ എല്ലാവരെയും ഓർത്തുപോകുന്നു. ഈ ഒരു അവസരത്തിൽ എനിക്ക് പറയാനുള്ളത്, ജീവിതം ഒരു നീർക്കുമള പോലെയാണ്. നമുക്ക് കിട്ടിയ ഈ ഒരു കുറച്ച് സമയം മാത്രമേ ഉള്ളൂ ഈ ജീവിതത്തിൽ. ഈ സമയത്ത് നാം എന്തെങ്കിലും നല്ല പ്രവൃത്തികൾ ചെയ്ത് നാളെ സമൂഹം നമ്മളെയും ഓർത്തിരിക്കാൻ വേണ്ടി നമ്മളാൽ ആവുന്നത് ചെയ്യുക. വൈരാഗ്യവും സ്നേഹത്തോടും സാഹോദര്യത്തോടും എല്ലാവരും പെരുമാറുക. ശാന്തിഭവൻ്റെ 31 വർഷത്തെ ജീവിതയാത്രയിൽ പങ്കാളിയാകാൻ കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷം. ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്ന നമ്മുടെ ശാന്തിഭവൻ്റെ എല്ലാവർക്കും നന്ദി അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. എല്ലാവർക്കും നമസ്കാരം. ശാന്തിഭവൻ്റെ 31 വർഷത്തെ പ്രയാണം 80ാമത് സ്വാതന്ത്ര്യദിനം കൊണ്ടാടുന്ന ഈ ദിനത്തിൽ ഭാരതം ശാന്തിഭവൻ്റെ അങ്കണത്തിൽ സാഫല്യമാകുകയാണ്. ഭാരതം എന്ന് പറയുമ്പോൾ ഈ ശാന്തിഭവൻ്റെ അങ്കണത്തിൽ കൂടി നിൽക്കുന്ന നാനാജാതി മതസ്ഥരും വിവിധ ഭാഷക്കാരും ഇന്ത്യയുടെ ഭാരതത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള എല്ലാവരും സമ്മേളിക്കുന്ന ഒരു സമ്മേളന സ്ഥാനമായി മാറിയിരിക്കുകയാണ് ശാന്തിഭവൻ്റെ അങ്കണം. സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇന്ന് ഭാരതത്തിൻ്റെ മുക്കിലും മൂലയിലും സ്വാതന്ത്ര്യദിനം ആചരിക്കുമ്പോൾ, കൊണ്ടാടുമ്പോൾ മനസ്സ് സ്വാതന്ത്ര്യം പ്രാപിക്കാത്ത അനാഥരും അശരണരും ഭവനമില്ലാത്തവരും ആരോരുമില്ലാത്തവരുമായ തെരുവിൽ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന മാനസിക വിഭ്രാന്തിയോടുകൂടി ആരും സംരക്ഷണമില്ലാതെ ഏറ്റെടുക്കുവാൻ ആളില്ലാതെ നടക്കുന്ന ഒരു കൂട്ടം ആളുകൾ സമ്മേളിക്കുന്ന ഒരു സമ്മേളന വേദിയായി ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. ഈ തരുണത്തിൽ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ഒരു മുട്ട വിരിയുന്നത് പോലെ, കൂട്ടിൽ അടച്ചു കിടക്കുന്ന ഒരു കിളിയെ തുറന്നു വിടുന്നത് പോലെ, ഈ നമ്മോടൊപ്പം അണിനിരന്നിരിക്കുന്ന ഭാരതത്തിൻ്റെ ഓരോ മുക്കിലും മൂലയിൽ നിന്നും എത്തിയിരിക്കുന്ന ഈ അനാഥരും അശരണരുമായിരിക്കുന്ന 31 വർഷം ഈ ഭവനത്തിൻ്റെ കീഴിൽ കഴിഞ്ഞ ഈ മക്കളെ നമ്മുടെ മനസ്സ് സ്വാതന്ത്ര്യം പ്രാപിച്ച് അവരെ ഈ സ്വാതന്ത്ര്യത്തിലേക്ക് തുറന്നു വിടുക എന്നുള്ളതാണ് ഈ 80ാമത് സ്വാതന്ത്ര്യ ദിനത്തിൽ എന്നെ കേൾക്കുന്ന എല്ലാവരോടും സന്ദേശമായി നൽകുവാനായിട്ടുള്ളത്. അതുകൊണ്ട് ഇന്ന് ഈ സ്വാതന്ത്ര്യ ദിനത്തിൽ ഒരു പിടി പുഷ്പം നമുക്ക് വേണ്ടി ജീവൻ ബലിയർപ്പിച്ച ധീരസേനാനികളോടും നമുക്ക് വേണ്ടി ജീവൻ ത്യജിച്ചതായ, കഷ്ടങ്ങൾ അനുഭവിച്ചതായ എല്ലാ രാജ്യസ്നേഹികളുടെ മുൻപിൽ
ഓർമ്മകളാകുന്ന പുഷ്പങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഈ അണിനിരന്നിരിക്കുന്ന പറക്കുവാൻ കൊതിക്കുന്ന വെമ്പുന്ന ഈ മക്കളോടുകൂടി ഒരുമിച്ച് ഈ സ്വാതന്ത്ര്യദിനം പാറിപ്പറക്കുമ്പോൾ, ഈ പതാക പാറിപ്പറക്കുമ്പോൾ, ഞാൻ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട്, നാനാജാതി മതസ്ഥരോട് ഒരപേക്ഷ: നമ്മളുടെ മനസ്സ് ഉണരട്ടെ, സ്വാതന്ത്ര്യം പ്രാപിക്കട്ടെ. സ്വാതന്ത്ര്യം എന്താണെന്ന് നമ്മൾ തിരിച്ചറിഞ്ഞ് സ്വാതന്ത്ര്യത്തിലേക്ക് മറ്റുള്ളവരെ നയിക്കുവാൻ നമ്മൾ പ്രാപ്തരായിത്തീരണം. അതായിരിക്കട്ടെ ഇന്നത്തെ സന്ദേശം. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. അപ്പോൾ ഇന്നേ ദിവസം ഈ സ്വാതന്ത്ര്യദിന ആഘോഷ പരിപാടിയുടെ കൃതജ്ഞത അർപ്പിക്കുവാനായി ശാന്തിഭവന്റെ മാനേജറായ ശ്രീ ഷമീർ ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട വിശിഷ്ടാതിഥികൾക്കും മേരിയമ്മക്കും എല്ലാവർക്കും ഈ പരിപാടിയിൽ പങ്കെടുത്ത നമ്മുടെ എല്ലാവർക്കും ശാന്തിഭവൻ മക്കളുടെ പേരിലും എൻ്റെയും ഞങ്ങളുടെ ജീവനക്കാരുടെ എല്ലാവരുടെയും പേരിൽ അകമഴിഞ്ഞ ഹൃദയം നിറഞ്ഞ കൃതജ്ഞത അറിയിക്കുന്നു. നന്ദി, നമസ്കാരം.